നമസ്കാരം. മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിലെ പ്രധാന നേതാക്കളുടെ എല്ലാം കളരി KSU ആയിരുന്നു. KSUവിലൂടെ കോൺഗ്രസിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലെത്തിയവരിൽ മുമ്പന്മാരാണ് മുൻ മുഖ്യമന്ത്രിമാരായ AK ആൻ്റണി, ഉമ്മൻചാണ്ടി, മുൻ ആഭ്യന്തരമന്ത്രി വയലാർ രവി തുടങ്ങിയവരൊക്കെ. 1957 അധികാരമേറ്റ EMSൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ വലതുപക്ഷത്തിൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത ക്രിമിനലുകളുടെ കൂട്ടമായിരുന്നു പിറവി മുതൽ ആ സംഘടന. ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. എതിരാളികളെ, അതായത് SFIക്കാരെ കൊല്ലുക, കൊന്നുമടുക്കുമ്പോൾ കൂട്ടത്തിലുള്ളവരെ കൊല്ലുക. അങ്ങനെ കൊല്ലപ്പെട്ടതാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ കോളേജിലെ KSU നേതാവ് ബഷീർ. മാഗസിൻ എഡിറ്ററായിരുന്നു ബഷീർ. 1990 മാർച്ച് 3 സഹപ്രവർത്തകർ പരസ്യമായി അദ്ദേഹത്തെ വിറകുകൊള്ളി കൊണ്ട് അടിച്ചു കൊന്നത്. മാഗസിൻ ഫണ്ട് നേതാക്കൾക്ക് വീതിച്ചു നൽകാത്തതിൻ്റെ ദേഷ്യം തീർത്തത് എഡിറ്ററെ കൊന്നിട്ടാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്നൊക്കെ അവകാശപ്പെട്ട KSUവിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പും പിമ്പുമുള്ള ദശകങ്ങൾ. അന്ന് അവരുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളായിരുന്നു. SFIയുടെ 40ഓളം പേരെ കൊന്നിട്ടും കയ്യറപ്പ് തീരാതെ വീണ്ടും കൊലവിളി മുഴക്കുന്ന KSUവിനെയോ അവരുടെ രാഷ്ട്രീയ യജമാനന്മാരായ കോൺഗ്രസ് നേതാക്കളെയോ ഒരു വാക്കുകൊണ്ട് പോലും അപലപിക്കാൻ തയ്യാറാവാത്ത ചരിത്രമുള്ളവരാണ് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ. ക്യാമ്പസുകളിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിട്ടും ആയുധം താഴെയിടാൻ തയ്യാറായിട്ടില്ല ആ സംഘടന. അതിന് കാരണം ഏതക്രമത്തെയും പിന്തുണയ്ക്കാനും വലതുപക്ഷ മാധ്യമങ്ങളുണ്ടെന്ന ധൈര്യമാണ്. ധീരജ് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ പട്ടാപ്പകൽ നെഞ്ചിൽ കത്തിയിറക്കി കൊന്ന നിഖിൽ പൈലി എന്ന ക്രിമിനലിന് KSUവിലും യൂത്ത് കോൺഗ്രസിലും നിരന്തരം പ്രമോഷൻ ലഭിക്കുമ്പോൾ അതൊരു ചർച്ചയാക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ടോ? CPIMൻ്റെയോ SFIയുടെയോ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വല്ല വീഴ്ചകളും ഉണ്ടായാൽ കാണ്ടം പ്രബന്ധം ചമയ്ക്കുന്ന ലേഖകർക്ക് KSUക്കാർ സംഘം ചേർന്ന് കൂട്ടക്കൊല നടത്തിയാൽ പോലും അത് കുട്ടികളുടെ ബാലചാബല്യമായി മാത്രം കരുതും അവർ. അല്ലെങ്കിൽ സൗകര്യപൂർവ്വം മറന്നുകളയും. നെയ്യാർ ഡാമിൽ കഴിഞ്ഞ ദിവസം KSU ക്യാമ്പിൽ ചോര ചിന്തിയ സംഭവത്തെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ പുലർത്തിയ നിസ്സംഗ സമീപനമാണ് ഇപ്പോൾ ഇത്രയും പറയാൻ കാരണം. ദേശാഭിമാനിയും കൈരളിയുമില്ലെങ്കിൽ ഈ വാർത്ത കേരളം അറിയുക പോലുമില്ല. ഒരിടത്തും ചർച്ചയില്ല, ലേഖനങ്ങളില്ല. യൗവനം മദ്യലഹരിയിൽ വഴിതെറ്റുന്നതിനെക്കുറിച്ച് മുഖപ്രസംഗങ്ങളില്ല. മദ്യം കിട്ടാതെ തമ്മിൽ തല്ലിയ വിദ്യാർത്ഥി നേതാക്കളെക്കുറിച്ച് കാർട്ടൂണുകളില്ല. ശനിയാഴ്ച രാത്രി നടന്ന സംഭവം പുറത്തറിയുന്നത് ഞായറാഴ്ച രാവിലെയോടെ. ചില ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് നൽകി. മനോരമയ്ക്ക് ഇത് തിരുവനന്തപുരം എഡിഷനിൽ പ്രാദേശിക പേജിലെ ഒരു വാർത്ത മാത്രം. മറ്റ് എഡിഷനുകളിൽ സിംഗിൾ കോളവും. മാതൃഭൂമി ഏതോ ഉൾപേജിൽ ഏറ്റവും താഴെ ഇങ്ങനെ വിന്യസിച്ചിട്ടുണ്ട് ഈ വാർത്ത: ആരും കാണരുതെന്ന് നിർബന്ധമുള്ളതുപോലെ. ദയവ് ചെയ്ത് അനുബന്ധ വാർത്തകളോ ഫോളോ അപ്പോ നൽകരുതെന്നും മദ്യസൽക്കാരത്തെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്യരുതെന്നും ആവശ്യപ്പെട്ട് KSUവിൻ്റെയും കോൺഗ്രസിൻ്റെയും മുതിർന്ന നേതാക്കളുടെ ഫോൺ കോൾ മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവികൾക്ക് പോയിട്ടുണ്ട് എന്ന വിവരം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിൽ ചാലിച്ച ആ അഭ്യർത്ഥന ഇല്ലെങ്കിൽ പോലും മാധ്യമങ്ങൾ അത്തരം വാർത്തകൾ നൽകില്ല എന്ന് ഉറപ്പാണ്. കാരണം മാധ്യമ മുതലാളികളും വാർത്താ വിഭാഗം മേധാവികളും കോൺഗ്രസ്സുകാരും ഒരേ ആശയവും ചിന്തയും പിന്തുടരുന്നവരാണ്, ഒരേ തരംഗദൈർഘ്യത്തിൽ ചിന്തിക്കുന്നവരാണ്. SFIയുടെ ഏതെങ്കിലും ഏരിയ സമ്മേളനത്തിലെ ചെറു തർക്കമോ ആശയപരമായ വിയോജിപ്പുകളോ പോലും വലിയ വാർത്തയാക്കുന്ന മാധ്യമങ്ങൾക്ക് KSU ക്യാമ്പിലെ DJ പാർട്ടിയിൽ മദ്യം വിളമ്പിയാലെന്ത്, മദ്യം കിട്ടാത്തതിൻ്റെ പേരിൽ തമ്മിലടിച്ചാലെന്ത്, ചോര ചിന്തിയാലെന്ത്? ചെറിയ കുട്ടികൾ എന്തോ തമാശ കാണിച്ചു, അത് അവർ തന്നെ തീർത്തുകൊള്ളും എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞില്ലേ? കഴിഞ്ഞ 3-4 ദിവസമായി SFIക്കാരും DYFIക്കാരും പ്രവേശനോത്സവത്തിന് മുമ്പായി സ്കൂളുകളുടെ മാലിന്യം മാറ്റുന്ന ദൗത്യത്തിൽ ഏർപ്പെട്ട പടം നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുപോലെ കേരളത്തിലെ എല്ലാ കോളേജ് ക്യാമ്പസുകളിൽ നിന്നും ഇതിനകം നീക്കം ചെയ്യപ്പെട്ട മാലിന്യമാണ് KSU. എന്നിട്ടും KSU നേതാക്കൾ വിളിച്ചാൽ മുട്ടിടിക്കുന്ന എഡിറ്റർമാർ ഒന്ന് ആലോചിക്കണം. ചോര ചിന്തിയ ക്യാമ്പിൻ്റെ പിന്നാമ്പുറത്തേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുക വാർത്തകളുടെ ഒരു ചാകരയാണ്. KPCC പ്രസിഡന്റ് K സുധാകരനെതിരെയുള്ള പ്രമേയം തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കലഹമാണ് അടിയിലെത്തിയത്. സുധാകരനും സതീശനും തമ്മിലുള്ള കലഹത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് KSU ക്യാമ്പിലെ കത്തിക്കുത്ത് എന്ന് ചുരുക്കം. ഇത് നമ്മുടെ മാധ്യമ സംഘങ്ങൾക്ക് അറിയാത്തതല്ല, പക്ഷേ വാർത്ത നൽകില്ല. കൂട്ടത്തല്ലിൻ്റെ പേരിൽ നടപടി നേരിട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ
പറഞ്ഞ ഒരു സുപ്രധാന കാര്യമുണ്ട്. ക്യാമ്പിൽ 70% പേരും മദ്യലഹരിയിലാണെന്ന്. അത് ദേശാഭിമാനി ഒഴികെയുള്ള ഏതെങ്കിലും പത്രത്തിൽ മലയാളികൾ കണ്ടിട്ടുണ്ടാവുമോ? ഇല്ല. അതാണ് KSUവിലെ ക്രിമിനൽ കുട്ടികൾക്ക് ലഭിക്കുന്ന പ്രിവിലേജിൻ്റെ ശക്തി. KSUവിന് വേണ്ടി രക്ഷാദൗത്യവുമായി രംഗത്തിറങ്ങിയ മാധ്യമങ്ങൾ കുറച്ച് ദിവസം മുമ്പ് മറ്റൊരു രക്ഷാദൗത്യം വിജയകരമായി നടത്തി. ഒരു യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതിന് പെരുമ്പാവൂരിലെ കോൺഗ്രസ് MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച വാർത്ത നമ്മളിൽ പലരും അറിയാതെ പോയി. മലയാള മനോരമ 1-ാം പേജിൽ വാർത്ത ഇങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിലും മാതൃഭൂമിയിൽ ഈ വാർത്ത ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വഞ്ചകി നിനക്കെന്ത് കൊഞ്ചലാണിപ്പോഴും എന്ന സ്വന്തം കവിത ഈണത്തിൽ നീട്ടിപ്പാടി ശ്രദ്ധേയനായ എൽദോസിൻ്റെ ചില വാർത്താ സമ്മേളനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയ ചാനലുകൾ എന്തുകൊണ്ടാണ് ഈ വാർത്ത സൗകര്യപൂർവ്വം മുക്കിയത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെക്കുറിച്ച് എൽദോസ് പറഞ്ഞ കള്ളങ്ങൾ അത്രയും ബ്രേക്കിംഗ് ന്യൂസായി നൽകിയവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. അവർക്കൊന്നും എൽദോസിനെതിരെയുള്ള കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ വാർത്തയാക്കണമെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിയമസഭാ സാമാജികർ ഇത്തരം അതിക്രമങ്ങളിൽ പങ്കാളികളാവുന്നത് അത്രയൊന്നും അപൂർവമല്ല. നേരത്തെ കോവളം മണ്ഡലത്തിലെ കോൺഗ്രസ് MLA വിൻസെൻ്റ് ഒരു സ്ത്രീയെ കടന്നാക്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ്. ഇപ്പോഴിതാ എൽദോസ് കുന്നപ്പള്ളിയും. വിൻസെൻറ്റിൻ്റെ മണ്ഡലപരിധിയിൽപ്പെട്ട ഒരു കുന്നിൻ്റെ മുകളിൽ വെച്ചാണ് യുവതിയെ എൽദോസ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വാസ്തവത്തിൽ മലയാള മനോരമയ്ക്ക് ഇത് അടിസ്ഥാനമാക്കി 2 വാർത്തകളെങ്കിലും ചെയ്യാമായിരുന്നു. ഒന്ന്, കേരള കോൺഗ്രസിൻ്റെ പിറവിക്ക് അടിസ്ഥാനമായ സംഭവത്തിലെ സ്ത്രീ സാന്നിധ്യം. മറ്റൊന്ന്, സ്ത്രീകളെ ആക്രമിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിച്ച MLAയുടെ മണ്ഡലത്തിൽ വെച്ചുണ്ടായ സംഭവത്തിൽ മറ്റൊരു MLAയ്ക്ക് ജയിൽ ശിക്ഷ ഉറപ്പാകുന്നു. മാധ്യമപ്രവർത്തകർക്ക് ഇത്തരം ഗവേഷണ സ്വഭാവമുള്ള വാർത്തകളിൽ താല്പര്യമുണ്ടാകേണ്ടതാണ്. പക്ഷേ പ്രതിസ്ഥാനത്ത് തങ്ങളുടെ സ്വന്തം യുവ നേതാക്കളായി പോയല്ലോ. അതുകൊണ്ട് അത്രയ്ക്ക് വലിയ ഗവേഷണമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. മുമ്പ് വിദ്യ എന്ന പഴയ ഒരു SFI പ്രവർത്തക ജോലിക്ക് വേണ്ടി വ്യാജമായ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് കേരളത്തിലെ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമായി വ്യാഖ്യാനിച്ച് അറപ്പുളവാക്കുന്ന അശ്ലീല കഥകൾ മെനഞ്ഞവരാണ് മലയാളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലും പ്രവർത്തിക്കുന്നത്. ആ സംഭവത്തിൽ പരമ്പര പോലെ വാർത്ത നൽകിയ ചാനലുകൾക്കൊന്നും MLA ആയ കോൺഗ്രസ് നേതാവ് ഉൾപ്പെട്ട ബലാത്സംഗ കേസും വധശ്രമ കേസുമൊന്നും വാർത്തയാക്കാത്തതിൻ്റെ കാരണം അവർ പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയമാണ്. UDF സർക്കാരിനെ പിടിച്ചുകുലുക്കിയ ബാർ കോഴ പോലൊന്ന് LDF കാലത്തും സർക്കാരിനെ വെട്ടിലാക്കുമെന്ന് സ്വപ്നം കണ്ട മാധ്യമങ്ങൾ പതിവ് പോലെ ഇത്തവണയും നാണം കെട്ടു. ഒരു ബാർ ഉടമയുടെ ഫോൺ കോൾ അടിസ്ഥാനമാക്കി നൽകിയ വാർത്തകൾ ഒന്നും ഗതി പിടിക്കാതെ പോകുന്ന ദയനീയ കാഴ്ച കണ്ട് ചിരിയല്ല സഹതാപമാണ് തോന്നുന്നത്. എന്തെല്ലാം വാർത്തകൾ, എന്തെല്ലാം ചർച്ചകൾ, വൈവിധ്യപൂർണമായ സംവാദങ്ങൾ. മന്ത്രി MB രാജേഷിൻ്റെ പരാതിയിൽ ബാർ ഉടമ അനികുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. അയാൾ പറഞ്ഞത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ടിനായുള്ള വിളിയായിരുന്നു എന്നാണ്. അതോടെ വിവാദത്തിൻ്റെ വീര്യം കുറഞ്ഞു. ഒരു സമാധാനമുണ്ട്. ക്രൈംബ്രാഞ്ചിനോട് ബാർ ഉടമ പറഞ്ഞത് അതേപടി മലയാള മനോരമയിൽ കൊടുത്തിട്ടുണ്ട്. സംഗതി കയ്യിൽ നിന്ന് പോയതോടെ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും MB രാജേഷും തമ്മിലുള്ള എന്തോ തർക്കമാണ്, ഉത്തരവാദിത്വം രാജേഷിൻ്റെ തലയിലിടാൻ റിയാസ് ശ്രമിക്കുന്നു എന്നൊക്കെയായി ഉണ്ടയില്ല വെടികൾ. മാധ്യമങ്ങൾ വയ്ക്കുന്ന എല്ലാ വെടികളും കറങ്ങിത്തിരിഞ്ഞ് മാധ്യമങ്ങളുടെ തന്നെ നെഞ്ചിൽ തറയ്ക്കുകയാണ്. ഈ കാര്യം നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവാത്തത് മാധ്യമങ്ങൾക്ക് മാത്രം. ഏഷ്യാനെറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം നേരോടെ നിരന്തരം നിർലജ്ജം കള്ളം പറയുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരായ സംഘികൾക്കായിരിക്കും. വാട്സാപ്പിലെ കേശവമാമന്മാരെ പോലും അതിശയിപ്പിക്കും വിധം കള്ളം പറയാനുള്ള രാജീവ് മുതലാളിയുടെ തൊലിക്കട്ടി കണ്ട് ഏഷ്യാനെറ്റിലെ വ്യാജ വാർത്താ വ്യാപാരികൾക്ക് പോലും ലജ്ജ തോന്നിയിട്ടുണ്ടാകും. കേരളത്തിൽ പ്രളയമാണെന്നും പ്രളയത്തിൽ മുങ്ങിച്ചത്തവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണെന്നും ഞെളിഞ്ഞു നിന്ന് പോസ്റ്റിട്ട മുതലാളിക്ക് കേട്ട തെറികളൊന്നും അടുത്ത കാലത്ത് ശ്രേയംസ് കുമാർ മുതലാളി പോലും കേട്ടിട്ടുണ്ടാവില്ല. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട്. പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്തൊരു പ്രാർത്ഥനയായിപ്പോയി. കേരളത്തിൽ പ്രളയത്തിൽ നിരവധി പേർ മരിച്ചു എന്ന വിവരം ഏത് സോഴ്സിൽ നിന്നായിരിക്കും ഈ മാധ്യമ മുതലാളിക്ക് കിട്ടിയിട്ടുണ്ടാവുക? മിക്കവാറും ഭാവിയിൽ പ്രളയമുണ്ടായാൽ ഉപയോഗിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് ഡെസ്കിൽ മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രോളായിരിക്കുമോ ഇത്?
ഏതായാലും ശമ്പളം കൊടുത്ത് CPIM-നെതിരെ കള്ളം പറയാൻ വേണ്ടി മാത്രം നിർത്തിയ മാധ്യമപ്രവർത്തകരെ മുതലാളിമാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ മനുഷ്യൻ തിരുവനന്തപുരത്ത് ജയിച്ചാൽ കേശവമാമന്മാരുടെ ആഹ്ലാദ പ്രകടനം കാണേണ്ടി വരുമല്ലോ എന്ന ആശങ്ക പങ്കുവച്ചു. ഏഷ്യാനെറ്റിനും അതിൻ്റെ മുതലാളിക്കും നല്ലത് വരുത്തണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും മീഡിയ ഓഡിറ്റ് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.